നമ്മുടെ സഭ ദൈവത്താൽ നയിക്കപ്പെടുന്നതാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഏകീകൃത കുർബാന. ലോകം മുഴുവനും ഇൻക്ലൂഡിങ് അങ്കമാലി, എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കി എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും പ്രത്യേകം പറയാതിരിക്കുക നല്ലത്. കാരണം പലർക്കും മുറിവുകളും വേദനകളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങളൊക്കെ പറയാതിരിക്കുക നല്ലത്. എങ്കിലും ഇതിൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ നോക്കുമ്പോൾ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നു പലതും. അസാധ്യമാണ് എറണാകുളം അങ്കമാലി രൂപതക്കാരെ മൊത്തം എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യണമെന്ന് ഔദ്യോഗിക വിഭാഗം കേട്ടോ, ഞാൻ ഈ ഔദ്യോഗിക വിഭാഗം എന്ന് കരുതുന്നത് ഒരിക്കലും അത് ശരിയല്ല. ഔദ്യോഗിക വിഭാഗം ദൈവത്തിൻ്റെ പക്ഷമാണ്. ഔദ്യോഗിക വിഭാഗം ദൈവത്തിൻ്റെ പക്ഷത്തിൽ രണ്ടുപേരും ഇല്ല എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള പലരുടെയും വിലയിരുത്തൽ. ചിലര് അഭിമാനത്തിൻ്റെ പ്രശ്നമാകുന്നു, ചിലര് കാർക്കശ്യത്തിൻ്റെ പ്രശ്നമാകുന്നു, ചിലര് അധികാര തിമർപ്പിൻ്റെ ഇതില് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അത് ചെയ്യണമെന്ന് അവർ ആജ്ഞാപിക്കുന്നു. നിങ്ങൾക്കാർക്കും നിങ്ങളുടെ മറ്റു ചിന്തക്കാർ അനൗദ്യോഗിക പക്ഷം എന്ന് പറയുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു വലിയൊരു വല്ലാത്തൊരു ഇതിലായിരുന്നു സഭ. അത് ഇപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന സന്യസ്തർ, വൈദികരും കന്യാസ്ത്രീകളും ബിഷപ്പുമാരും അവിടെയൊക്കെ എത്ര ഭംഗിയായിട്ട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച്, നിത്യജീവന്റെ സുവിശേഷം പ്രസംഗിച്ച്, അവരനുഭവിക്കുന്ന സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കുക എന്നുള്ളതാണ്. മാമോദീസായിലൂടെ പൊതുപൗരോഹിത്യം കിട്ടിയ നമ്മൾ കത്തോലിക്കരുടെയും വിശ്വാസികളുടെയും ശുശ്രൂഷാ പൗരോഹിത്യം കിട്ടിയ വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും പ്രഥമവും പ്രധാനവുമായ കടമ. ഇവിടെ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയില്ലാതെ ആ പ്രഥമവും പ്രധാനവുമായ കടമയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. നമുക്കിവിടെ പ്രസംഗിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഓരോരുത്തരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ യേശു പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ അത് പ്രവൃത്തി മേഖലയെ കാണിക്കുവാൻ ആരാ ഉള്ളത്? ദിവ്യബലിയെ ചൊല്ലി ഉള്ള ഇത് തൽക്കാലത്തേക്കെങ്കിലും ശമിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് സഭ. പലതും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? തെറ്റാവരമുള്ള മാർപ്പാപ്പ എടുത്ത തീരുമാനങ്ങൾ പോലും തിരുത്തിയിട്ടുണ്ട്. സഭ തിരുത്തപ്പെടലിനും സാക്ഷ്യം വഹിക്കണം, ആ സുവിശേഷം കൊടുക്കണം. തിരുത്തലിന്റെ സുവിശേഷമാണ് സഭ കൊടുക്കേണ്ടത്. തിരുത്തലിന്റെ സുവിശേഷം. തിരുത്തപ്പെടേണ്ടവരാണ്. ആ തിരുത്തപ്പെടേണ്ട യേശുവിനെ പ്രതി എല്ലാം സഹിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ആരും ജയിക്കുന്നില്ല. ഇത് രണ്ടു കൂട്ടരും തോക്കണം, എന്നാലേ യേശു ജയിക്കത്തുള്ളൂ. യേശുവാണ് ജയിക്കേണ്ടത്, ദൈവമാണ് ജയിക്കേണ്ടത്. ഇനിയും ഇതുപോലെയുള്ള ഈ അവിഖ്യാതികളും എന്തെല്ലാം ആരോപണങ്ങളാണ്. വിരുദ്ധരെന്ന് പറഞ്ഞവർ അന്ന് അവരുടെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പറയും, ശരി, അപ്പോൾ അവർ പറഞ്ഞ തെറ്റാണ്. പക്ഷേ ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞ ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന അത് കാണുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇതിന് നല്ലൊരു ഫോർമുല കണ്ടെത്തിയതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്താണ് ഈ ഔദ്യോഗിക പക്ഷം വീണ്ടും ഇത് ചെയ്യുന്നത്? അപ്പൊ അവർക്ക് മറ്റവർ അനുസരണക്കേട് കാണിച്ചു, ശരിയാണ്. ഇപ്പൊ ഇവര് കാണിക്കുന്ന അനുസരണക്കേടോ? എറണാകുളത്തുള്ള എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ പഴയ കൂരിയ വിട്ടപ്പോൾ അവർ ഡിമാൻഡ് വെക്കുമായിരുന്നു, എനിക്ക് ഇന്ന കോളേജ് വേണം, എനിക്ക് ഇന്ന ഇത് വേണം.
അപ്പൊ ഇവരൊക്കെ അധികാരമോഹികളാണ്. ഇവരൊക്കെ ഔദ്യോഗികപക്ഷം അല്ലാത്തവരും അധികാരമോഹികളാണ്. അപ്പോൾ ക്യൂരിയായി ഞങ്ങൾ മാറണമെന്ന് ഞങ്ങൾക്ക് ഇന്നൊക്കെ തരണം. ചിതലാകട്ടെ പുഴുവാകട്ടെ നശിപ്പിക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിലല്ലേ നമ്മൾ നിക്ഷേപം കരുതി വെക്കേണ്ടത്? ഞാൻ പറയുന്നത് ഇവിടെയുള്ള വൈദികരും പിതാക്കന്മാരും റൊട്ടേറ്റ് ചെയ്ത് നോർത്ത് ഈസ്റ്റിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണം ഒരു 3 years എങ്കിലും. എന്നിട്ട് അവര് ആദിമ ക്രൈസ്തവരുടെ രീതിയിലുള്ള ആ സമൂഹത്തെ വാർത്തെടുക്കുക. അവർക്ക് സുവിശേഷ വേല ചെയ്തുകൊണ്ട് എന്തെല്ലാം മിഷണറിമാർ നമ്മുടെ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. അവിടുത്തെ സന്യസ്തരും വൈദികരും ഒക്കെ സഹിക്കുന്നത്. ഇവിടെ വൈദികര് എനിക്ക് ഡയറക്ടറാണ്, എനിക്കിതാണ്, എന്നിട്ട് അവരുടെ ആ പദവിയും അവരുടെ ആ പത്രാസും എല്ലാം കാണുമ്പോൾ ഞാൻ ഓർത്തു പോകും. സത്യമായിട്ടും ഈ വൈദികരൊക്കെ ഒത്തിരി നന്മയോ ഒന്ന് ഓർത്തു നോക്കിയേ പൗലോസ്. ഇവരൊക്കെ എല്ലാം ത്യജിച്ചിട്ടാണ് ഈ വിളികേറ്റി വന്നവര് കുറെ കഴിയുമ്പോൾ മാലാഖമാര് പിശാചുകളായപോലെ പോകുന്നു. ഇവർക്കൊക്കെ വേണ്ട സ്ഥാനമാനങ്ങള് പദവികള്. ഇപ്പൊ ഞാൻ അറിയുന്നത് ബിഷപ്പ് ആകാൻ വേണ്ടി പോലും ക്യാൻവാസിങ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇവരൊക്കെ മുരിക്കൻ പിതാവിനെ കണ്ടു പഠിക്കട്ടെ. മുരിക്കൻ പിതാവ് എന്താണ് ദൈവന്റെ നിത്യജീവന്റെ എറ്റേണൽ ലൈഫ് എന്താണ്? ആ എറ്റേണൽ ലൈഫിനെ പറ്റി പ്രസംഗിക്കേണ്ടവരാണ്. നിത്യജീവന്റെ വചസ്സുകൾ നമ്മൾ പകർന്നു കൊടുക്കേണ്ടവരാണ്. അപ്പോൾ ഈ ഡയറക്ടറും ബിഷപ്പും ഒന്നും ആവുക എന്നുള്ളതല്ല. ഒരു പൊതുപൗരോഹിത്യം കിട്ടിയ ഒരു ക്രൈസ്തവന്റെയും ശുശ്രൂഷാ പൗരോഹിത്യം എന്നാണ്. അതുകൊണ്ടാണ് കാല് കഴുകി ഓരോരുത്തരുടെയും കാല് കഴുകാൻ തക്കതായിട്ടുള്ള എളിമയും ഒക്കെ ആർജിച്ചെടുക്കേണ്ടതാണ്. ആ രീതിയിലൂടെ പോയെങ്കിലേ സഭ വളരുകയുള്ളൂ. നമ്മളെന്തുകൊണ്ട് വളരുന്നില്ല? വളരുന്നുണ്ട്, തീർച്ചയായിട്ടും വളരുന്നുണ്ട്. വളരണമെങ്കിൽ ലോകമെങ്ങും പോയി ഈ നിത്യജീവന്റെ വചസ്സുകൾ ലോകത്തിന് കൊടുക്കണമെങ്കിൽ നമ്മളെ ഇട്ടായോളം വട്ടത്തില് സ്ഥാനമാനങ്ങൾ വീതിച്ചെടുക്കുക എന്നുള്ളതാകരുത്. ഇപ്പൊ പലരും ഈ 2 ഭാഗത്തും വാദിക്കുന്നവര് സഭാമക്കളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവര് ദൈവമില്ലാത്തുള്ള ആരാധനയിലേക്കാണ് അവർ പോകുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയല്ല, ഓരോ പിതാക്കന്മാരെ മഹത്വപ്പെടുത്താനാണ്, ഓരോ അച്ഛന്മാരെ മഹത്വപ്പെടുത്തുവാൻ ഈ 2 കൂട്ടരും നോക്കുന്നത്. അതല്ല ആരാധന. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധന. ആ ആരാധനയിലെ സമൂഹത്തിലേക്ക്, അതിനാണ് ബലിവേദിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈശോ ഇന്നും ആ അപ്പത്തിൻ്റെ രൂപത്തിൽ നീക്കുമ്പോൾ ആ അപ്പത്തെ ഭക്ഷിച്ച് നമ്മൾ ആ ഇതിലേക്കാണ് പോകേണ്ടത്. തീർച്ചയായിട്ടും ഈ പാമ്പളാനി പിതാവിനെയൊക്കെ എനിക്ക് വലിയ മറ്റു പിതാവുമായിട്ടാണ് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞാൻ കണ്ണൂർ അവിടുത്തെ ചീഫ് മാനേജറായിട്ടും സോണർഹെഡായിട്ടൊക്കെ ഞാൻ കണ്ണൂരും കാസർഗോഡും ഈ മലബാർ ഏരിയ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷേ അന്ന് അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആർജവത്വം, അന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ ടോക്കൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇത് കയറി വരുന്നു. ഈ പറഞ്ഞ എത്രയോ അവഹേളനോ ഇതും എല്ലാം സഹിച്ചുകൊണ്ട് പാമ്പളാനി പിതാവിനെ ഈ സിനഡല്ലേ ചുമതലപ്പെടുത്തിയത്. സിനഡ് സമ്മതിച്ചുകൊണ്ടല്ല ഇത് ഇതാക്കിയത്. ഉടനെ ഓരോ മനുഷ്യരെ ടാർഗറ്റ് ചെയ്യുക. പാമ്പളാനി തട്ടിൽ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരല്ലേ അവരൊക്കെ? അതോ ആടുകളുടെ മണമുള്ളവർ നമുക്ക് വേണ്ടേ? ആടുകളുടെ മണമുള്ളവരായിട്ടാണ് ഞാൻ അവരെ, എനിക്ക് ഇവരെ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഇതൊന്നുമില്ല, അറിയാം എന്നുള്ള ഈ കഴിഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാനിപ്പം വിചാരിക്കുന്നത് ഇവരൊക്കെ ആടുകളുടെ മണമുള്ള എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല ഇവർ പലരും. പക്ഷെ ഇവർ രണ്ടുപേരും അത് അറിയുന്നുണ്ട്. ആ കാലത്തിന്റെ ചുവരെഴുത്തു വായിച്ചുകൊണ്ടാണ് അവര് ഈ ത്യാഗത്തിലേക്ക് അവർ വന്നത്. അതിനവര് അഭിനന്ദിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതാണ്ട് 50 ലക്ഷം വരുന്ന സഭയുടെ 10%, 5 ലക്ഷം ശതമാനം അവരാ. പൊക്കോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പയ്യ തിന്നാൻ പനയും തിന്നാം. 7 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, ബലിയേക്കാൾ ശ്രേഷ്ഠം കരുണയാണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾ, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട്, അപ്പൊ എത്ര പേർക്ക് ബലിയർപ്പിക്കാൻ പറ്റും? വിമതർക്കോ അല്ലാത്തവർക്കും പറ്റത്തില്ല. വിമതരെ ഓർത്തോണ്ട് മറ്റവര് ചെയ്യുന്നു, മറ്റവരെ ഓർത്തോണ്ട് ഔദ്യോഗികപക്ഷം ചെയ്യുന്നു. അപ്പൊ ഇവർ 2 കൂട്ടരും ബലിയർപ്പിക്കാൻ യോഗ്യരല്ല. അപ്പൊ 2 പേരുടെയും ബലി ഇൻവാലിഡാണ്. കാരണം നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇതുള്ള അപ്പൊ ഇൻവാലിഡാ 2 കൂട്ടരുടെയും ബലികൾ. ശരിയല്ലേ? അപ്പം സിനഡെല്ലാം വാലിഡാണോ ഇൻവാലിഡാണോ എന്ന് തീരുമാനിക്കുന്നത് തമ്പുരാൻ കർത്താവാണ് തീരുമാനിക്കേണ്ടത്. തമ്പുരാൻ കർത്താവ്
ഉമ്മതിയുടെ ബലിക്ക് എന്താ വാലിഡിറ്റി? ഈ ഔദ്യോഗിക പക്ഷത്തെ ഇത്രയും വിഷമിപ്പിച്ചുകൊണ്ട് അവർ ബലിയർപ്പിച്ചിട്ട് എന്താ കാരണം? ഔദ്യോഗിക പക്ഷത്തിന്റെ ബലിക്ക് എന്താണ്? ഈ ഇത്രയും നല്ല നീർന്ന ഇതായിട്ട് അവരെ പിന്നെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ തെരുവീതികളിൽ ഇറക്കി അവരെ പിന്നെ സഭയ്ക്ക് മൊത്തം മൂല്യച്യുതി ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ അവരെ ഇങ്ങനെയാണ്. രണ്ടു കൂട്ടരുടെയും ബലി ഇൻവാലിഡാന്നാണ് ഞാൻ പറയുന്നത്. രണ്ടു കൂട്ടരുടെയും. കർത്താവില്ലാത്ത ബലി എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താത്ത ബലിക്ക് എന്താ ശ്രേഷ്ഠതയുള്ളത്? ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ സ്നേഹവും കരുണയും രക്ഷയും നമ്മൾ അനുഭവസ്ഥരാക്കിയിട്ട് വേണം നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ. രക്ഷകനായ ദൈവത്തെ അല്ല, നമ്മുടെ ഈഗോയാണ്, നമ്മുടെ ബലം, നമ്മുടെ ശ്രേയസ്കരമായ മതപണ്ഡിതത്വമോ പാണ്ഡിത്യമൊന്നും അല്ല. നമ്മുടെ യേശുവിനെ കണ്ടെത്തിയ ഇടയന്മാരുടെ ആ ഹൃദയനർമ്മല്ലേ നമുക്ക് ആവശ്യം. ആ വിനയമാണ് വേണ്ടത്. ആ ബ്ലൈൻഡായിട്ടുള്ള ബിലീഫാണ് വേണ്ടത്. ആ ഇടയന്മാരുടെ ഇതിലേക്ക് പുതുപൗരോഹിത്യം കിട്ടുക. നമ്മളും കാലികൾക്ക് ശുശ്രൂഷയിൽ മഹാത്മ്യം കണ്ടെത്തിയ ശുശ്രൂഷാ പൗരോഹിത്യം കിട്ടുവരും പെർഫെക്റ്റ് ഇതിലേക്ക് തീരുമ്പോഴേ ഇടയനും ആടുകളും നേർവഴിക്ക് നയിക്കപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ സഭാ സിനഡിനെ ഇങ്ങനെ ഉള്ള ഒരു തീരുമാനമെടുത്ത സഭാ സിനഡിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓരോ സാധാരണക്കാരൻ്റെ ഇതിൽ ഞാനൊന്ന് രണ്ടു പക്ഷവും ഇല്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഔദ്യോഗിക പക്ഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഔദ്യോഗിക പക്ഷം എന്നുള്ള ഒരു ഉട്ടോപ്യൻ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടു പക്ഷവും ഇല്ല. പക്ഷേ അതിനെ രണ്ടു കൂട്ടരെ യോജിപ്പിക്കുന്ന പക്ഷം ഏതോ ആണ്, അതാണ് ദൈവത്തിന്റെ പക്ഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരുടെയും ബലി ഇൻവാലിഡായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഏകാന്തര സഹോദരങ്ങളോടെ ബലിയർപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് ശുശ്രൂഷാ പൗരോഹിത്യത്തിലൂടെ വൈദികർക്കും വൈദിക മേലധ്യക്ഷന്മാർക്കും സന്യസ്തർക്കും അതുപോലെ തന്നെ പൊതുപൗരോഹിത്യത്തിലൂടെ ബലിയർപ്പിക്കാൻ ശ്രേഷ്ഠത നേടിയ രാജകീയ പുരോഹിതന്മാരായിട്ടുള്ള ക്രൈസ്തവർക്കും എല്ലാ ക്രൈസ്തവ സമൂഹത്തിനും ഉണ്ട്. മുറിവുടക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ദൗത്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ദൗത്യം. മുറിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രത്യേകം എഫേർട്ട് ഇടുന്ന ഈ സമയത്ത് നമ്മുടെ ജോലി മുറിവ് ഉണക്കുക, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ പോലും ഈ പ്രതിസന്ധിക്ക് കാരണമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ലൈറ്റായിട്ട് ഒന്ന് വിശദീകരിക്കാൻ സാധിച്ചാൽ അത് വലിയ ഒരു തിരിച്ചറിവും യുവതലമുറയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു സന്ദേശവും ആയി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ എന്ത് പറയുന്നു? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. കർഷകര് പലരും ബന്ധനത്തിലും അടിച്ചമർത്തപ്പെട്ടവരുമാണ്. കാലോചിതമായിട്ടുള്ള ഓരോ അവരുടെ കൃഷി രീതികളെ ലോകത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് മറ്റു ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, റിട്ടയർ ചെയ്തവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സേവനം നമ്മൾ നല്ലൊരു സമിതിയെ നിയോഗിക്കണം. ഈ സമിതി കണ്ടെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കർഷകർക്ക് വേണ്ട ഇത് ഇൻഡ്യൂസ്മെന്റ് കൊടുക്കണം. അങ്ങനെ അവരെ ഈ കടത്തക്കടിയിൽ നിന്നുള്ള മോചനം, ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചിക്കണം. അവരെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, സമൃദ്ധിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കണം. അങ്ങനെയുള്ള പല പരിപാടികളും ഇപ്പോൾ പലരും ചെല്ലുമുണ്ട്. പിന്നെ പലയിടത്തും രൂപതകളിലും എല്ലായിടത്തും ഒരു പ്രകടനം നടത്തി തീർന്നു. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണ് നമ്മൾ സമൂഹത്തിനും നമ്മുടെ കർഷകർക്കും കൊടുത്തിട്ടുള്ളത്, ഗവൺമെന്റിനും കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ആടുകളിലേക്ക് ഇറങ്ങിച്ചല്ലേ. അപ്പോൾ അവരോർക്കും ആധ്യാത്മികവും ഭൗതികമായിട്ടുള്ള രക്ഷയിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ സഭാപിതാക്കന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു കരുതലിൻ്റെ പിതാക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. വന്യമൃഗ ആക്രമണം കൊണ്ട് ഒത്തിരി പേര് പൊരുത്തമുട്ടുകയാണ്. എങ്ങനെ ഈ വന്യമൃഗങ്ങൾ ആക്രമണം ഉണ്ടാകുന്നു? അതിന് ഒരു ഇഷ്ടംപോലെ നമ്മൾ നല്ല ഹൈലി എലൈറ്റ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമിതിയെ വെച്ചത് സയന്റിഫിക്കായിട്ട് എൻ്റെയൊക്കെ ഞാനൊക്കെ ഓരോ യാത്രകളിൽ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ഈ ഗവി അതുവഴി പോയപ്പോഴേ ഈ തൊട്ടടുത്താണ് പെരിയാർ. അവിടെയൊന്നും വന്യമൃഗാക്രമണമൊന്നും വരുന്നില്ല. അവിടെ കടുവയും പുലിയും ആനയും പന്നിയും ഒക്കെ ഉള്ളതാണ്. കാരണം അവർക്ക് വനത്തിൻ്റെ അതിർത്തി ഉള്ളിൽ തന്നെ, ഉൾവനങ്ങളിൽ തന്നെ അതിനകത്ത് മേയുവാൻ നല്ല ഇല്ലുകളും മുളങ്കാടുകളും പിന്നെ അരുവികളും ഡാം കെട്ടി, ചെക്ക് ഡാമും അല്ലാതെ ഡാം കെട്ടി ഇഷ്ടംപോലെ വെള്ളവും അതുകളും വെളിക്കോട്ട് വരേണ്ട കാര്യമില്ല.
നല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ പന്നികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും വെളിക്കോട്ട് വരേണ്ട കാര്യം ഒരു ഫെൻസിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുങ്ങളൊക്കെ തൊട്ടടുത്ത് നിന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ നിന്ന് നെയ്യുന്നുണ്ട്, ആനകളും ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ. അത് അറിവുള്ളവരെ കൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരു നല്ല സ്റ്റഡി നടത്തി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ രക്ഷിക്കാനുള്ള ഇത് ചിലപ്പം ഓരോ ചില ഉൾവനങ്ങളിലൊക്കെ നല്ല ചെക്ക് ഡാമൊക്കെ ഇട്ട് വെള്ളമുണ്ടെങ്കിൽ ചിലപ്പോൾ ആന വരത്തില്ല. അല്ലെങ്കിൽ ഈ തേക്കുകളും ഒക്കെ എന്നോടൊരു സുഹൃത്ത് പെലോസ് തന്നെയല്ലേ പറഞ്ഞത്, ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് കുറേ ഈ വനമല മുഴുവൻ ചക്കക്കുരു വരുവാണെങ്കിൽ തമാശയല്ല ഒന്നും വരുവാണെങ്കിൽ ചിലപ്പോൾ കുറേ പ്ലാവുകൾ അതിൻ്റെ ഒരു 10% 1% എടുത്തു വന്നാൽ മതി, അതിൻ്റെ ചക്കയും ഇതുമൊക്കെ അതുങ്ങൾക്ക് ആഹാരമാകും. അല്ലാതെ തേക്കുകളെ കൊണ്ടൊക്കെ എന്താണ് ഈ വനപാലകരെ കൊണ്ടും വനപാലകർക്ക് ശമ്പളം കൊടുക്കുക, അവരുടെ തട്ടിപ്പിനും പിടിച്ചിനും എല്ലാം കൂടുതലും കൂട്ടി നിൽക്കുക. അത് കഴിഞ്ഞ് എന്താണ് കർഷകർക്ക് കിട്ടുന്നത്, സമൂഹത്തിന് കിട്ടുന്നത്? അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും അത്താണിയായിട്ട് ഇടയന്മാർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. കച്ചവടക്കാരൻ പലരും ആത്മഹത്യ ചെയ്യുന്നു. നമുക്കൊരു വലിയൊരു കളക്റ്റീവ് ബാർഗൈനിങ് പവർ ഉണ്ട് സഭാസമൂഹത്തിന്. ഈ കച്ചവടക്കാരുടെ കാര്യങ്ങളും എല്ലാം പഠിച്ച് കച്ചവടക്കാർ ഓർക്കുക, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഭയുണ്ട്, എൻ്റെ സഭയുണ്ട്, എൻ്റെ ഇടയനുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് കൊടുക്കേണ്ടത്. യുവാക്കൾ ഓർക്കണം, ഞാനൊക്കെ പള്ളികളിലൂടെ വളർന്നയാളാണ്, പള്ളിപ്പറമ്പിലൂടെ വളർന്നയാളാണ്. ഈ ചുമ്മാ കപട സദാചാരമൊക്കെ സഭ മാറ്റി വെക്കുക. കപട സദാചാരം ആൺകുട്ടികളും പെൺകുട്ടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് വളരട്ടെ, പള്ളികളിലൂടെ വളരട്ടെ, പള്ളിപ്പറമ്പിലൂടെ വളരട്ടെ, പള്ളി ക്യാമ്പസിലൂടെ വളരട്ടെ. അതിലൂടെ അവരെ സഭയെ സ്നേഹിക്കുന്നവരായിട്ട് വളരട്ടെ, അവരെ നന്മയിലൂടെ ചരിക്കുവാൻ വേണ്ടി അങ്ങനെ വളരുന്ന പിള്ളേർക്ക് ഒരിക്കലും ഒരു മദ്യവും മയക്കുമരുന്നിൻ്റെ കൂടെ ഒന്നും പോകേണ്ടി വരത്തില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ മാറുന്ന വെല്ലുവിളി ഒത്തിരി ഉണ്ട്. പിന്നെ ഈ മദ്യം മയക്കുമരുന്ന്, ഇപ്പം ഞാൻ ഓർക്കുകയാണ് സഭയുടെ ഇരട്ടത്താപ്പ്. ഈ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോരം ത്രട്ടണിങ് ആയിരുന്നു. ഇവര് വന്ന് മുക്ക് കൊടുത്തിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. സഭ ഏകപക്ഷീയമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഒന്നിനും ചെയ്യരുത്. ഇത് ചിലരോടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കും, അതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റാൻഡ് എപ്പോഴും സെയിം ആയിരിക്കണം. LDF ആയിരിക്കട്ടെ, UDF ആയിരിക്കട്ടെ, നമ്മുടെ സ്റ്റാൻഡ് സെയിം ആയിരിക്കണം, നമ്മുടെ സ്ട്രാറ്റജിയും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ മദ്യമയൊക്കെ വരുന്നത് ഭയങ്കര ഒരു വിപത്താണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളെ ഈ സിനഡുമൊക്കെ അതാ ചർച്ച ചെയ്യേണ്ട. അല്ലാതെ ആരാധന എന്ന് പറഞ്ഞാൽ അത് പള്ളികളിൽ മാത്രം നടക്കുന്നതല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എന്തൊക്കെ ചെയ്തെന്നോ അതൊക്കെ ആരാധനയാണ്. ക്രിസ്ത്യൻ മിഷണറിമാരെ ഈ ആദിവാസികളുടെ ഇടയിൽ നടന്ന് അവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അത് ആരാധനയാണ്. പള്ളികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആരാധന. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതെല്ലാം ആരാധനയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതിന് ഏറ്റവും വലിയ ഒരു സെൻറ്റർ തീർച്ചയായിട്ടും ബലിവേദിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ബലിവേദിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഈ ബെത്ലഹേമിൽ പിറന്ന കാലിത്തോഴത്തിനേക്കാൾ ഇതായിട്ടുള്ള നോർത്ത് ഈസ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവരടുത്തൊക്കെ അച്ഛന്മാരൊക്കെ പറഞ്ഞു, സാറ് ഒരു 10-15 ലക്ഷം രൂപയുണ്ട് ഞങ്ങളൊരു പള്ളി പണിയാണ്. ഇവിടെ ഒരു 15 ലക്ഷം രൂപയുടെ പള്ളി പണിയെങ്കിൽ അവിടെ 30 ലക്ഷമാകും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളും. അത് ജനങ്ങൾ ചെയ്യും, അവരെ പൈസയില്ല. ഇവിടെ വലിയ നമ്മൾ പറയുന്നു, വലിയ കാര്യങ്ങൾ പറയുന്ന ഒന്നും ചെയ്യരുത്, നമ്മൾ ആൾക്കാർ നമ്മുടെ ഉള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സഭ 10 കോടി 50 കോടി 20 70 കോടിയുടെയൊക്കെ പള്ളി പണിയുമ്പോൾ എങ്ങനെ സഭ ആടുകളെ നേർവഴിക്ക് നയിക്കാൻ പറ്റും? ഓരോരുത്തരും പണിയുന്ന ഓരോ വീടുകൾ കണ്ടാൽ ഓർക്കും, ഇതെന്താ ഇവര് അമരന്മാരാണോ, മരണമില്ലാത്തവരാണോ? ഈ സമൂഹം അയാളും തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശാപമായിരിക്കും. 15 കോടി 20 കോടി 50 കോടിയുടെയൊക്കെ വീടുകളൊക്കെയാണ് പണിയുന്നത്, അവരെ പൊങ്ങച്ചം കാണിക്കാൻ. അതിനേക്കാൾ പൊങ്ങച്ചമാണ് സഭയുടെ പല ആഡംബര പള്ളികളും. അവിടെ വന്ന് ആരാധിക്കുമ്പോൾ ബത്ലഹേമിൽപ്പെടുന്ന യേശു എവിടെയാണ് എന്നുള്ളൊരു ആത്മരോധനമാണ്. നമ്മുടെ ഇടയിൽ പാവങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിനൊക്കെ അത്യാവശ്യം കേരളത്തിൽ ഇതൊക്കെ ഉണ്ട്. അവർക്ക് നല്ല പഠിക്കുന്ന പിള്ളേരുണ്ട്, അവരെ പഠിപ്പിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സഭ ഓരോന്നിൻ്റെയും വെല്ലുവിളികൾ, ആനുകാലികമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടണം. പോലീസ് ഞാനിത് പറഞ്ഞു വന്നത്, നിങ്ങൾ
ഈ ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഗ്ലോബൽ TV എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇന്റർനെറ്റ് TV ഇതാണെന്ന് തോന്നുന്നു. എനിക്കറിയാം നിങ്ങളുടെ ജീവിതം തന്നെ ഈ ചാരിറ്റിക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ മാറ്റിവെക്കുന്ന ഇത് കണ്ടപ്പോൾ എന്നെ പലപ്പോഴും ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ തുഷാർ ഗാന്ധിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കേണ്ട സമയത്ത് ഒരു രോഗി വന്നപ്പോൾ മംഗലാപുരത്ത് നിന്ന് കാഞ്ഞങ്ങാട് കൊണ്ടുപോകാൻ വേണ്ടിയേ നിങ്ങൾ തുഷാർ ഗാന്ധിയുടെ അത് വേറൊരാളെ ഏൽപ്പിച്ചു. നിങ്ങളായിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അത് മാറ്റി, അതാണ് വേണ്ടത്. ദൈവത്തെ കാണപ്പെടുന്ന ദൈവത്തെ കണ്ടെത്തി തുഷാർ ഗാന്ധിയെ വേറെ നിങ്ങളുടെ അസിസ്റ്റന്റിനെ വിട്ട് നിങ്ങൾ അവിടെ പോയപ്പോൾ അതാണ് ആരാധന. ഞാൻ കരുതുന്ന ആരാധന അതാണ്. നിങ്ങൾക്ക് എന്തെല്ലാം ഓഫർ ഉണ്ടായിരുന്നു നിങ്ങളിത്. നിങ്ങളൊരു സാധാരണക്കാരനായിട്ട് ഇപ്പോഴും ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വലിയ വലിയ കുറെ കോടികളുടെ സ്വപ്നങ്ങളൊന്നുമില്ല. കുറെ ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറഞ്ഞ് ഈ പിണറായിയെ സ്തുതിച്ച ആൾക്കാരെ പോലെ നിങ്ങൾ പോകുമായിരുന്നു. നിങ്ങൾ എത്രയോ കോടികൾ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് ഒത്തിരി ഓഫർ വന്നു എനിക്കറിയാം. ഇതൊക്കെ വിഭിന്നനായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് താങ്കൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിലുള്ള ക്രൈസ്തവ മൂല്യമാണ്. ആ മൂല്യം, അതാണ് സന്ദേശം. നിങ്ങൾ വലിയ വലിയ ഈ കടന്ന ആൾക്കാരോടെല്ലാം ഇതും മേടിച്ച് മുസ്ലിം പറഞ്ഞ് പൈസയും മേടിച്ച് ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ സുവിശേഷത്തിന് ഒരു വിലയില്ല. നിങ്ങൾ മാലാഖമാരുടെ ഭാഷയിൽ എന്തൊക്കെ സംസാരിച്ചാലും നിങ്ങൾ ചിലങ്ങുന്ന കൈത്താളവും ചെങ്ങലയുമായിട്ട് തീരും. ഒന്നിനും ഒരു വാല്യൂ ഇല്ല. നമ്മുടെ ആദ്യകാല പിതാക്കന്മാരെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തെ കുറിച്ചിട്ടും ഒന്ന് താരതമ്യം ചെയ്താൽ, അങ്ങനെ താരതമ്യം ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. സാറിന് എന്ത് തോന്നുന്നു? യേശുവിന്റെ ജനനമേ ആദ്യം കണ്ടത് വിദ്യാവിഹീനരായിട്ടുള്ള മൃഗങ്ങളുടെ ഇടയിൽ, കന്നുകാലികളുടെ ഇടയിൽ, ആടുകളുടെ ഇടയിൽ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞ, ദൈവത്തെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞ ആട്ടിടയന്മാർക്കാണ് യേശുവിനെ ആദ്യം കാണാൻ പറ്റിയത്. യോസേഫ് പിതാവും മാതാവും കഴിഞ്ഞാൽ, യോസേഫ് പിതാവും മാതാവും ദൈവത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ ആട്ടിടയന്മാര് ഒരു വലിയ പ്രതീകങ്ങളാണ്, നന്മയുടെ പ്രതീകങ്ങളാണ്, നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ്, ദൈവ ആശ്രയത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇങ്ങനെയുള്ള പലതിൻ്റെ പ്രതീകങ്ങളാണ് ആട്ടിടയന്മാർ. അന്നുണ്ടായിരുന്ന വേദശാസ്ത്രികളും പണ്ഡിതന്മാരും ദൈവത്തെ മാത്രം ആധ്യാത്മിക ഗുരുക്കന്മാരും ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരും ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുവെന്ന് പ്രിട്ടൻഡ് ചെയ്യുന്ന കുറെ സമൂഹങ്ങളും നിയമജ്ഞരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ ലിഖിതങ്ങളിലൂടെയൊക്കെ അവർ മനസ്സിലാക്കിയിരുന്ന രക്ഷകൻ ജനിക്കാൻ പോകുന്നുണ്ട്, ഇവിടെ ജനിക്കുന്ന കാര്യങ്ങളെല്ലാം യുഗയുഗാന്തരങ്ങളിൽ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും രക്ഷകനെ കാണാൻ പറ്റിയില്ല. ഒരു ആട്ടിടയൻ. എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭ ആട്ടിടയന്മാരുടെ നിഷ്കളങ്കതയും ആട്ടിടയന്മാരുടെ ദൈവാശ്രയവും, മാലാഖമാരും പ്രത്യക്ഷപ്പെട്ട് പറയുക നിങ്ങൾക്ക് ഒരു സദ്വാർത്ത ഞാൻ അറിയിക്കുവാണ് സകലർക്കും വേണ്ടി, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന അവരോട്, അന്നത്തെ ആൾക്കാരോട് പറഞ്ഞാലും ജനസമൂഹത്തോടും അവർ മറ്റു വേദപണ്ഡിതന്മാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ല. കാരണം കാലിത്തൊഴുത്തില് ഒരു രക്ഷകൻ ജനിക്കുമെന്ന് അവരാരും സ്വപ്നം കാണുന്നില്ല. ഇന്നത്തെ കത്തോലിക്ക സമൂഹത്തിൻ്റെ, ഞാനുൾപ്പെടെയുള്ള പലരും, ഞാനുൾപ്പെടെയുള്ള വിശ്വാസികളെന്ന് കരുതുന്ന നമ്മളും എന്തിന് അത്യുന്നത ശ്രേണിയിലിരിക്കുന്ന സഭാപിതാക്കന്മാർ പോലും ചിലപ്പം വിശ്വസിക്കത്തില്ല. കാരണം അത് നടക്കത്തില്ല. ഇന്നും രക്ഷകൻ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാലിത്തൊഴുത്തിലാണ്, മനുഷ്യരുടെ രൂപത്തിൽ പലയിടത്തും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷകനെ കാണുവാൻ എനിക്കും അതുപോലെ തന്നെ സഭാശ്രേണിയുടെ ഉന്നത വൃത്തികളുള്ളവർക്കും കാണാത്തതിൻ്റെ ഒരു അജ്ഞതയാണ് ഇന്നീ നടമാടുന്ന കാര്യങ്ങളെല്ലാം. അല്ലെങ്കിൽ രക്ഷകന് വേണ്ടി ഇങ്ങനെ കൂലിത്തല്ല് നടത്തത്തില്ല. ഞാൻ ആദ്യമേ ഓർത്തു വിമത വിഭാഗം എന്ന ആൾക്കാർ അതിര് കിടക്കുന്നു. അവർക്ക് അനുസരണം എപ്പോഴും നല്ലതാണ്, അത് അനുസരിച്ച് പോയാൽ പോരെ. ഞാനത് ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനാണ്. അതും പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന പലരുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ ജീവിക്കുന്ന വിശുദ്ധനെന്ന് കരുതുന്ന മാത്യു വെള്ളാനിക്കലച്ചന്, മൺമറഞ്ഞ പൗവത്തിൽ പിതാവ്, ഞാൻ ഏറ്റവും
സ്വാത്വികരായിട്ടുള്ള പെരുന്തോട്ടം പിതാവ്, ഇവരൊക്കെ ഇതിൻ്റെ ഈ അറിവിൻ്റെ നിർഗുണങ്ങളും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ നിർഗുണങ്ങളും മാത്രമല്ല, വിനയത്തിൻ്റെയും ഈ ആട്ടിടയന്മാർക്കുള്ള പല നന്മകളും ആവാഹിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ഇവരൊക്കെയാണ് ഇത് കൂടുതലും ഇത് സഭയിലേക്ക് ഇത് പയ്യെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയും അത് കാണിച്ച അൺനെസസറി ഹേസ്റ്റും അതുമെല്ലാം പലർക്കും പല സംശയങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവന് ഉതപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവനെ തിരുതക്കല്ലിൽ കെട്ടി കടലിൽ താഴ്ത്തുവാന്നാണ് പറയുന്നത്. ആർക്കും ഉതപ്പ് കൊടുക്കരുത്. നമ്മുടെ ഭാഗം ശരിയായിരിക്കും, പക്ഷെ അത് ഉതപ്പ് കൊടുക്കരുത്. ഇതിനൊക്കെ കാലം മാറ്റിവെക്കുന്ന ഒരു കാലത്തിൻ്റെ ഒരു സുവിശേഷമുണ്ട്. ആ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളുടെ സുവിശേഷമുണ്ട്. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. പണ്ടൊക്കെ ഒരു അച്ഛന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരണീയർ അവരായിരുന്നു. കാരണം വിദ്യാവിഹീനരായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ആശാകേന്ദ്രങ്ങളായിരുന്നു. അത്യാവശ്യം വിദ്യാസമ്പന്നരായിരുന്നു അച്ഛന്മാർ അന്നത്തെ സമൂഹത്തിൻ്റെ. അവരുടെ വഴിവിളക്കുകളായിരുന്നു. അവരെ ആടിൻ്റെ മണമുള്ള ആട്ടിടയന്മാരായിരുന്നു അവരൊക്കെ. അപ്പം ഈ വിശ്വാസികൾക്കെല്ലാം അവരുടെ ഒരു ബ്ലൈൻഡായിട്ടുള്ളൊരു ഫെയ്ത്ത് കിട്ടി. ഞാൻ ഓർക്കുന്നുണ്ട്, പുണ്യ ജീവിതം നയിച്ച കാവാട്ടുപിതാവ്. കാവാട്ടുപിതാവിനെയൊക്കെ ഞാൻ വളരെ വേഗമായിട്ടുള്ളൊരു ഒരു ഐഡിയ ഒക്കെ ഉള്ളൂ. എൻ്റെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ 2ലോ 3ലോ പഠിക്കുമ്പോൾ തോന്നുന്നു അദ്ദേഹം മരിച്ചു പോയത്. അപ്പം ഒരു അവധിയൊക്കെ കിട്ടിയതേ ഞാൻ ഓർക്കുന്നുള്ളൂ. എന്നാലും കാവാട്ടുപിതാവ് എന്ന് പറഞ്ഞാൽ ആ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വലിയൊരു പ്രകാശ ഗോപുരമായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ കണ്ടവരും കാണാത്തവരും കേൾക്കുന്നവരും എല്ലാം അദ്ദേഹം ഒരു വലിയ പുണ്യവാനാണ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അദ്ദേഹം എന്തു പറയുന്നു അതനുസരിക്കുവാനുള്ള ബ്ലൈൻഡായിട്ട് അനുസരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആടുകൾക്കുണ്ടായിരുന്നത്. അതിനുശേഷം പടിയർപിതാവ് വന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ പ്രസംഗവും ഇതൊക്കെ എന്നെയൊക്കെ ഒത്തിരി ആകർഷിച്ചു. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ യൂത്ത് മൂവ്മെൻറ്റ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ പലതിനും ഞാൻ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചില പ്രാവശ്യമൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആടിൻ്റെ മണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണ്. പലപ്പോഴും പല വേദിയിലും പല ഡിസ്കഷനിലും അദ്ദേഹത്തിന് നേരിട്ട് എതിർക്കുകയും ഒരു തവണ എന്നോട് ഷട്ടപ്പ് യുവർ മൗത്ത് എന്ന് പറഞ്ഞു പബ്ലിക് വെച്ച്. അത്രയും വെച്ചാൽ യൂത്തിൻ്റെ ആ വർദ്ധിത വീര്യത്തോടെയാണ് പലതിനെയും നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് പ്ലാമുഡ സോറി എന്ന് പറയാനുള്ള ഒരു ഇത്. അതിനുശേഷം ഞാൻ ഓർക്കരുത്, ഞാൻ ഡൽഹിയിൽ ജോലി കിട്ടി പോകുമ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞ ഒരു കാരിത്താസ്, എനിക്ക് എൻ്റെ ഒരു സാറിന് ഒരു കുടുംബമാണ്, എനിക്ക് ഡൽഹിയിലും ഒന്നും ആരുമില്ല. പിതാവിന് ഒരു കാരിത്താസ് അവിടെ എല്ലാവർക്കും ഒരു ഇൻട്രഡക്ഷൻ ലെറ്റർ തരണം. ഞാൻ ഇറ്റ് ഈസ് പ്ലസന്റ് ടു മീ എന്ന് പറഞ്ഞു എന്തോ ഇതോടെ. എന്നിട്ട് സാറിന് സെക്രട്ടറിമാരെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ എഴുതിയിട്ട് ഞാനന്ന് ചെറുപ്പത്തിൻ്റെ തളപ്പിനൊന്നും കൈമുത്താറൊന്നുമില്ല. അപ്പം ഞാൻ എന്നോട് പിതാവ് വലിയ ഇഷ്ടം പ്ലാമുടാന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കിളിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ കണ്ടൻസ് ഇതാണ്: ശ്രീ സോ ആൻഡ് സോ ഈസ് എ ഡ്രോയിങ് ഫ്രം എ നോബിൾ ഫാമിലി ആൻഡ് ഹിസ് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ എക്സലൻറ്റ്. ഈ കർത്താവിൻ്റെ ഒരു വചനം പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഈ നിന്റെ ശത്രുവിന് നീ നന്മ ചെയ്യുമ്പോൾ അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടുവാന്ന്. എൻ്റെ തലയിൽ അദ്ദേഹം തീക്കനൽ കൂട്ടി. കാരണം ഞാൻ ശത്രുവായ മാത്രമേ അദ്ദേഹത്തിന് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് ഞാൻ എന്തോരം ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നു, ഓപ്പണായിട്ടും അല്ലാതെ പല രീതികളിലും.
അദ്ദേഹം എനിക്കിങ്ങനൊരു സർട്ടിഫിക്കറ്റ് തരുവാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമത് തിരിച്ചു ചെന്നു. ഞാൻ അദ്ദേഹത്തിന് മുട്ടുകുത്തി കൈമുത്തി, ആദ്യമായിട്ടൊരു പിതാവിൻ്റെ കൈമുത്തി വെച്ചാൽ അന്നത്തെ ഞങ്ങളുടെ യുവരക്തങ്ങളും കരുതിയിരുന്നത് നമ്മൾ ഇവരെ ഒന്നും കൈമുത്തേണ്ട ആൾക്കാരല്ല. പക്ഷെ അപ്പോഴാണ് കൈമുത്തി കാലുമുത്താൻ ആദ്യമായിട്ടുള്ള. അപ്പോൾ അതൊക്കെ എന്നെ സഭയുമായിട്ടങ്ങ് അടുപ്പിക്കുമായിരുന്നു. കേരള കത്തോലിക്ക സഭയ്ക്ക് യുവത്വം നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ യുവാക്കൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അങ്ങനെ ഒരു ചോദ്യം സാറിനോട് ചോദിക്കുകയാണെങ്കിൽ സാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അല്ലെങ്കിൽ സാറിൻ്റെ ചെറുപ്പകാലത്തെ സഭാപ്രവർത്തനത്തെക്കുറിച്ചും അതിനുള്ള സാറിന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന വികാരത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാമോ? ഞങ്ങളുടെയൊക്കെ യൗവനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ 17 വയസ്സിലാണ് വിൻസെൻ്റ് ഡി പോൾ അന്ന് ഒരു ചിരിഞ്ചിറ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചിലതൊക്കെ പല ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നു അതിനു മുമ്പും, വിഷു ലീഗും മറ്റു കാര്യത്തിലും. അപ്പം എൻ്റെ ഇത് കണ്ടിട്ടാണോ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാൻ പോയി വിൻസെൻ്റ് ഡി പോളിൽ ചേർന്നു. ഒരു 2 കൊല്ലം 19-ാമത്തെ വയസ്സിൽ ഞാൻ കാറ്റഗിസമായി, പിന്നെ യുദീപ്തിയായി. ഒരു സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, എനിക്കറിയാൻ മേലാതെ സഭയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുവാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ മനസ്സ് മുഴുവനുമേ ഇടവകയും സഭയും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത അതായിരുന്നു. ഞാൻ 19-ാമത്തെ വയസ്സിൽ അന്ന് വിൻസെൻ്റ് ഡി പോളിൻ്റെ യൂത്ത് കോൺഫറൻസ് ആണ് ഞങ്ങളുടെ ഇതിലുള്ള. ഇന്ത്യയിലെ വല്ലപ്പോഴും ഇറങ്ങുന്ന ന്യൂസ് ബുള്ളറ്റിൻ ഉണ്ട്, അതിൻ്റെ ഒരു 2-3 ഫോട്ടോയെങ്കിലും ഞങ്ങളുടെ ആയിരിക്കും. അതുപോലുള്ള പ്രോഗ്രാംസാണ് നടത്തുന്നത്. എൻ്റെ പഠിത്തത്തെക്കാൾ കൂടുതൽ കൺസേൺ എനിക്ക് ഈ സഭാപരമായിട്ടുള്ളതും കാണപ്പെടുന്ന മനുഷ്യരിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ഒരു വലിയ ഒരു വിളി, എങ്ങനെയോ ഒരു ഉൾവിളി എനിക്കുണ്ടായി. അതുകൊണ്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ അന്നൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ബാങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. അതിനുശേഷം കിട്ടിയതു ബാങ്കിൽ കയറി. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ബാങ്കിൽ കയറുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാനേജർ വരെ പോകാം, അത്രയുള്ള കപ്പാസിറ്റി എനിക്കറിയാം. ഒരു നാട്ടിൻപുറത്ത് എനിക്ക് അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ എനിക്ക് മാനേജരാകാൻ പോലും ആഗ്രഹമില്ല. ഇപ്പം ഞാനൊന്ന് ബാങ്കിൻ്റെ പല പരീക്ഷകളുണ്ട്, മറ്റു ഇതുകൊണ്ട് അത് സൺഡേസിലാണ്. ഞാൻ പോവില്ല. പ്രൊമോഷൻ ടെസ്റ്റ് ഞാൻ പോവില്ല. സൺഡേസ് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. രാവിലെ പോയാൽ കുർബാനയും കഴിഞ്ഞ് വിൻസെൻ്റ് ഡി പോൾ മീറ്റിംഗ്, കാറ്റഗിസം, അത് കഴിഞ്ഞ് പിന്നെ വല്ല യുദീപ്തിയുടെ ഒക്കെ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് പിരിവ്, ഭവന സന്ദർശനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് വരൂര് 1200 ഇടവക്കാരുണ്ട്. ഓരോരുത്തരും പേര് ചൊല്ലി എനിക്കറിയാം, എന്നെ അവരെല്ലാവരും അറിയും. ഒരച്ഛന് ചിലപ്പോൾ അത്രയും അറിയത്തില്ലായിരുന്നു. മൺമറഞ്ഞ എൻ്റെ ഏറ്റവും വത്സലനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒളക്കപ്പാടിയച്ഛൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, എടാ നീ ആയിട്ടോ ഇവിടുത്തെ അച്ഛന്, കാരണം ഞാൻ പറഞ്ഞാൽ നടക്കാത്ത കാര്യം നീ പറഞ്ഞാൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ ഒരു കാര്യം ഒരാളോട് പറഞ്ഞായിരുന്നു, അത് അവർ ചെയ്തില്ല. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞതറിയാതെ ഞാൻ ചെന്ന് പറഞ്ഞാൽ അത് ചെയ്തു വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീയാ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്, സ്നേഹത്തോടെ എല്ലാ അഭിമാനത്തോടെയാണ് പറയുന്നത് അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇടയന്മാരുടെ ഇടയിൽ വളർന്നുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ മണം അവർ ആവാഹിച്ചെടുത്തുകൊണ്ട്, അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ആവാഹിച്ചെടുത്തുകൊണ്ടാകണം പള്ളിപ്പറമ്പിലൂടെയും സഭയിലൂടെയും വളർന്നതാണ് എൻ്റെ വ്യക്തിത്വം. ഞാനൊരു 35 വയസ്സ് വരെ, ഒരു 17 വയസ്സിൽ തൊട്ട് 35 വയസ്സ് വരെ ഇത് വന്നു. അതുപോലെ നീ എന്നെ പ്രതി മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളെയോ മക്കളെയോ ദുഃഖ അസോസിയേഷനാണെന്ന് ഭാര്യയോ ഉപേക്ഷിക്കുന്നവന് എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങും പിന്നെ പരലോകത്ത് നിത്യജീവനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വാഗ്ദാനങ്ങളിലൊന്നും ഓർത്തുകൊണ്ടല്ല ഞാനിതൊന്നും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ ഒരു ഇതിൽ നോക്കുമായിരുന്നു, ഈശോ അതൊരു വലിയൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിട്ടുള്ള കർത്താവ് അത് നിറവേറ്റി തന്നു.
ഈ ആരാധന എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയുള്ള ആരാധനയെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് കാണപ്പെടുന്ന മനുഷ്യരിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ. അതാണ് ദൈവത്തിനും പണ്ഡിതരോടും എല്ലാം എപ്പോഴും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇതാണ്. അവരിലൂടെ ദൈവ മഹത്വം നമ്മുടെ ലോകത്തിന് പ്രകാശമാക്കി കൊടുക്കുക. അത് നമ്മൾ ജീവിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ എവിടെയിടുന്ന മനുഷ്യരിലായിക്കോട്ടെ, ഇവരിലെല്ലാവരും നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ഓരോ പ്രവൃത്തിയും നമ്മൾ പിന്നെ ഫൈനൽ വേർഡിക്റ്റ് ലാസ്റ്റ് ഇത് വരുമ്പോൾ നമുക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന രൂപത്തിൽ വന്നു, ഞാൻ പിന്നെ വിശക്കുന്നവനായിട്ട് വന്നു, ദാഹിക്കുന്നവനായിട്ട് വന്നു, കാരാഗ്രഹവാസിയായിട്ട് വന്നു, ഇങ്ങനെ ഓരോന്നിനും രോഗിയായിട്ട് വന്നു, പിന്നെ ഓരോന്നിനും അത് നീ ഈ ചെറിയൊരു ഒരുവന് നൽകിയപ്പോഴല്ല എനിക്ക് തന്നെയാണ് നൽകിയത് എന്നുള്ള വലിയ ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം എന്ന് ഓർത്തുകൊണ്ടല്ല ഞങ്ങളൊക്കെ ഇത് ചെയ്ത്, അന്നൊരു വലിയ ആവേശമായിരുന്നു. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാര് ഒക്കെ നിർലോഭമായിട്ടുള്ള പിതാക്കന്മാര്, പിന്നെ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പടിയറ പിതാവ്, പിന്നെ അത്രയില്ലെങ്കിൽ പോലും പിന്നെ വന്ന പിന്നെ പൗത്യ പിതാവ്, പിന്നെ പിഴുന്തോട്ടം പിതാവ് വന്നപ്പോൾ എനിക്ക് എൻ്റെയൊക്കെ മണം ആവാഹിച്ചെടുത്തിട്ട് ഞങ്ങളെ നയിക്കുന്ന ഒരു വലിയ പ്രതിഭാസം. അദ്ദേഹം പിതാവാകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോയി, അത് വേറെ കാര്യം. എന്നാൽ പോലും അദ്ദേഹം ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഫലനമായിരുന്നു. എന്തിന്? എൻ്റെ കല്യാണം ഒരു ഞായറാഴ്ച 3 മണിക്കാണ്. ഞാൻ 1 മണി വരെ കാറ്റുകസവും കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ വീട്ടിൽ ചെന്ന് ഒരുക്കി പോയത്. അപ്പം ഞങ്ങളൊക്കെ എന്നെയല്ല അന്നത്തെ യുവാക്കളെ എല്ലാം മതിച്ചിരുന്ന സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നീ പ്രഷ്യസ് ആയിട്ടുള്ളത് ദൈവത്തിന് കൊടുക്കുക. പ്രഷ്യസ്, മോസ്റ്റ് പ്രഷ്യസ് ടൈം ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, നിനക്ക് ഇല്ലാത്മയിൽ നിന്ന് വിധവയുടെ കൊച്ചുകാശ് പോലെ അങ്ങനെ കൊടുക്കുക. ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കുടുംബത്തിൽ നിന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മാതാപിതാക്കളാണ് ഞങ്ങൾക്ക്. പക്ഷേ അവരുടെ ഡീപ്പ് റൂട്ടഡായിട്ടുള്ള ഫെയ്ത്ത് ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ വീടുകളിലൊക്കെ വല്യപ്പനും വല്യപ്പയ്ക്ക് കൊണ്ട് വരുമ്പോൾ നിലത്ത് മുത്തുകുത്തി അവർക്കൊന്നും അറിയത്തില്ല ഈ അവിടെ വരുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും രക്ഷയുടെയും നിതാന്തമായിട്ടുള്ള പരിശുദ്ധ കുർബാനയെ അർപ്പിക്കാനും ഇതൊന്നും അവർക്ക്. പക്ഷെ അവർക്കൊരു ബ്ലൈൻഡായിട്ടുള്ള ഫെയ്ത്താണ് ഈ ഇടയന്മാർ നൽകിയിരുന്നത്. ഇടയന്മാരെ, ആടുകളുടെ മണമുള്ള ഇടയന്മാരെ കിട്ടിയെന്നുള്ളതായിരുന്നു അന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം. കേരള കത്തോലിക്ക സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ വലിയ ദൗത്യങ്ങളാണ് ചെയ്യാനുള്ളത്. ലോകം മുഴുവനും യുദ്ധത്തിലും അസമാധാനത്തിലും സംഘർഷത്തിലും പോകുന്ന ഈ സമയത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും എല്ലാം സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കാനുള്ള ഒരു ചുമതല ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സമൂഹത്തിനുണ്ട്. നമ്മുടെ ജനങ്ങള്, നമ്മുടെ സഭാ സമൂഹം ലോകം മുഴുവൻ വ്യാപിച്ച് എല്ലായിടത്തും എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ലോകത്ത് ഇന്ന് നിറവേറ്റാനുള്ള ദൗത്യം വളരെ വലുതാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധ എങ്ങോട്ടാണ് തിരിയേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇത് വെക്കുകയാണ്. ഒന്ന്, നമ്മുടെ സഭ ആടുകളുടെ മണത്തിൽ വളരണം. ഇടയന്മാരായി വേണം. കർഷകരെ ചേർത്ത് പിടിക്കണം, ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിക്കണം, വ്യവസായികളെയും കച്ചവടക്കാരെയും ചേർത്ത് പിടിക്കണം, യുവാക്കളെ ചേർത്ത് പിടിക്കണം, സ്റ്റുഡൻസിനെ ചേർത്ത് പിടിക്കണം. ഓരോന്നിനും അവരുടെ പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങളായിട്ട് തീരണം. ഇവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങളായിട്ട് തീർന്ന് എന്നിട്ട് സഭയുടെ ജനങ്ങളിൽ ഇറങ്ങി വളർത്തുന്ന ഒരു 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 വലിയ സിനഡാലിറ്റിയാണ് അവിടെ വേണ്ടത്. അല്ലാതെ മെത്രാന്മാർ സിനഡാലിറ്റി എടുത്തുകൊണ്ടൊന്നും ആയില്ല. സമൂഹം മുഴുവൻ സിനഡാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. എന്നാലേ സഭ വളരുകയുള്ളൂ. അതിനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. ഒരിക്കൽ കൂടി ഞാൻ ഇതിന് ഈ എല്ലാത്തിനും വിട്ടുവീഴ്ചകൾ നടത്തി
സഭയെ അന്തഃഛിദ്രത്തിലേക്ക് പോകാതെ വളർത്തിയെടുത്ത ഇടയന്മാരെ പ്രത്യേകം ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാനും, സഹോദര്യത്തിൻ്റെ മാർഗത്തിലൂടെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അതിലൂടെ ആ വഴി തിരഞ്ഞെടുത്ത് അതാണ് ശരി, അതിന് നേതൃത്വം നൽകിയ തട്ടിപ്പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് അവരെ എല്ലാവർക്കും വേണ്ടി കുരിശെടുക്കുകയാണ്. അപ്പോൾ ആ കുരിശിനെ ക്ഷമയോടെ അവർക്കും ഒത്തിരി അപകടമൊക്കെ കിട്ടി. അവരെ പറ്റിയൊക്കെ ഓരോരുത്തരും പറഞ്ഞ ഓരോ വീഡിയോ ഇതൊക്കെ വളരെ മ്ലേച്ഛകരമായിട്ടാണ് സംസാരിച്ചത്. അത് സഭാസമൂഹത്തിൽ ഒരിക്കലും എങ്ങനെയാണെന്ന് ഒരു ആധ്യാത്മികതയുള്ള സ്പിരിച്വലായിട്ടുള്ള വി മസ്റ്റ് ബി സ്പിരിച്വൽ റാദർ ദാൻ റിലീജിയസ്. അതാ വേണ്ടത്. എങ്ങനെ റിലീജിയസ് ആകരുത്. നമ്മുടെ പഴയ നിയമത്തിലെ ഈ പുരോഹിതന്മാരും ഈ പണ്ഡിതന്മാരും ഒക്കെ റിലീജിയസ് ആകുമായിരുന്നു റാദർ ദാൻ സ്പിരിച്വൽ. അതുകൊണ്ട് നമ്മൾ വി മസ്റ്റ് ബി സ്പിരിച്വൽ റാദർ ദാൻ റിലീജിയസ്. അങ്ങനെ ആകേണ്ടത്. ആ രീതിയിലേക്ക് സഭയെ വളർത്തിയെടുക്കണം. അതിനുള്ള എല്ലാ ഇതും തീർച്ചയായിട്ടും രണ്ടു കൂട്ടരുടെ തോൽവിയല്ല, ദൈവത്തിൻ്റെ വിജയമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിജയം വരുമ്പോൾ നമ്മുടെ വിജയമാകും. അല്ല, കർത്താവിനെ തോൽപ്പിച്ചിട്ട് നമുക്ക് ഒരു വിജയവും വേണ്ട. കർത്താവിനെ തോൽപ്പിച്ചിട്ടല്ല വിജയം ആഘോഷിക്കേണ്ടത്. ഇതിപ്പോൾ വിട്ടുവീഴ്ച കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കൊടുക്കുക. നമ്മുടെ പാണ്ഡിത്യം ഒരാളുടെ അടിച്ചേൽപ്പിക്കരുത്. അന്ന് പഴയ നിയമത്തിലെ പരിസരും അവരൊക്കെ അതാണ്, അടിച്ചേൽപ്പിക്കുമായിരുന്നു. അത് കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിയമത്തെ ഇല്ലാതാക്കാനുമല്ല, നിയമം പൂർത്തിയാക്കാനാണ് വന്നത്. ആ നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ക്രൈസ്തവോന്മുഖമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദൈവികമായിട്ടുള്ള സ്പിരിച്വാലിറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അതിനെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നോക്കിയല്ല ചെയ്യേണ്ടത്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സുവിശേഷമാണ്, ഒരുമയുടെ സുവിശേഷമാണ്, രക്ഷയുടെ സുവിശേഷമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ യേശുവിന് കഴിഞ്ഞ ആ സുവിശേഷം ലോകം മുഴുവൻ കൊടുക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ പിതാക്കന്മാരും എല്ലാം റൊട്ടേറ്റ് ചെയ്യപ്പെടണം നോർത്ത് ഇന്ത്യയിൽ. എന്നാൽ ഇവർക്ക് ഇത്ര ഇത് വരത്തില്ല. ഈ അരമനകളിലും പള്ളികളിലും വളരെ വലിയ ഇതിലൊക്കെ ആസ്വദസ്ഥരാകേണ്ടവരല്ല പിതാക്കന്മാർ. ആടിൻ്റെ ഇടയിൽ വളർന്ന് അവിടെ റൊട്ടേറ്റ് ചെയ്യണം. അവിടെ സേവനം എത്തിക്കുന്നവർ ഇവിടെ വരുമ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ സുവിശേഷം ഇപ്പം നോർത്ത് ഈസ്റ്റിൽ വരുന്നവർ ഇവിടെ വരുമ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ സുവിശേഷം നമുക്കിവിടെ കൊടുക്കാം. നമ്മുടെ അൽമായിരം പറ്റുന്നവരെയൊക്കെ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവർക്ക് ആ സുവിശേഷത്തിൻ്റെ ദൗത്യം കൊടുക്കണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾക്ക് സഭയ്ക്ക് ഉണ്ടാകണം. ഈ വഴക്കും പൊക്കാണുമായിട്ട് നമ്മൾ ഉള്ളത് പോലും ഇല്ലാതാകത്തേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ലെസ് ദാൻ 2%, 3% ലെസ് ദാൻ. എന്തോരം സുവിശേഷ പ്രഘോഷണം നടത്തി ലോകം മുഴുവൻ ഇതാകേണ്ട എത്ര % ഉണ്ട് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ തമ്മിൽ തള്ളി മുട്ടാടുകളെ ഇടിച്ച് നശിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ അറിയാനാണ്. അറിയപ്പെടും. അങ്ങനെ ചെയ്യാം, മാമോസ സ്വീകരിക്കണ്ട. ഈ രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ അറിയപ്പെടണം. നിത്യജീവന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയപ്പെടണം. ആ സുവിശേഷത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ പൊതുപൗരോഹിത്യത്തിൽ കിട്ടിയ നമ്മൾ അന്മയരും വിശ്വാസികളും ശുശ്രൂഷ വഴി കിട്ടിയ അച്ഛന്മാരും വലിയ ശ്രേഷ്ഠരും ഒക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഒരുമയുടെ സുവിശേഷം നമുക്ക് പ്രസംഗിക്കാം. ഒരുമയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം നമുക്ക് ലോകത്തെ അറിയിക്കാം. അപ്പോൾ ഇവിടെ ഇരുന്ന് കുളത്തിലെ തവളകളായിട്ട് വളരണ്ട. നമ്മുടെ ലാർജ് ഒരു ഇതിലേക്ക് നമ്മൾ സ്പിയറിലേക്ക് വരും. നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മുടെ അച്ഛന്മാരും ഒരു 3-4 വർഷം. അപ്പോൾ അവർ നോർത്തിൽ മിഷണറിയായിട്ട് പോയാൽ അവർ ജീവിതകാലം മുഴുവൻ മിഷണറിയാണ്. ശരിയാണ്, നമ്മളെ ഓരോ ബാമോദിസാകളും കിട്ടിയ എല്ലാവരും മിഷണറീസാണ്. അത് രക്ഷയുടെ സുവിശേഷം അറിയിക്കേണ്ടതാണ്. നമ്മളെ പറ്റാവുന്നവരെല്ലാം നമ്മൾ ഈ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇന്ത്യ മുഴുവനും അടിച്ചമർത്ത ബന്ധുക്കൾക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന കർത്താവിനും സ്വീകാര്യമായ ഒരു മത്സരത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമായിട്ട് ആരും തോറ്റില്ല, രണ്ടുപേരും തോറ്റില്ല. കർത്താവ് ജയിക്കുമ്പോൾ നമ്മൾ ജയിച്ചു, ഈശോയാണ് ജയിച്ചത്. അപ്പോൾ അതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് അതിനെ ഇതാക്കരുത്. ഞാൻ ഓർക്കുമായിരുന്നു, ആർക്കെങ്കിലും എന്നെ പറഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഒന്നും ഇതിനിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്, അദ്ദേഹമൊക്കെ ഞാൻ അദ്ദേഹം ഡൽഹിയിലൊക്കെ ആയിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോരം ചാരിറ്റിയും ദൈവ മഹത്വത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത്.
ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു 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 സുവിശേഷ പ്രഘോഷകനാണ് അദ്ദേഹം. അത് അക്രൈസ്തവരുടെ ഇടയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള താഴെയുള്ള അക്രൈസ്തവരായിട്ടുള്ള എന്ന് പറയും, ദൈവത്തെ പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹത്തിലൂടെയാണെന്ന് പറയും. അദ്ദേഹം ഈ കോംപ്രമൈസിന്റെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ആ അനുരഞ്ജിതരായി തീരേണ്ട ആ സുവിശേഷം വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉടനെ ബന്ധങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റി. അങ്ങനൊന്നും പറയരുത്. അദ്ദേഹം അവിടുത്തെ ആ സ്റ്റാൻഡൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. എന്നെ ഇപ്പോഴും കോൾമേർ കൊള്ളുന്നു. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഒരു ഇതിറക്കി, വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം. അതെന്താണ്? പെസഹ വ്യാഴം, ഗുഡ് ഫ്രൈഡേ, ദുഃഖശനി, എന്നെ ഈസ്റ്ററിനും ഒരു വലിയ ജസ്റ്റിസുമാരുടെ എല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അദ്ദേഹം ബോയ്ക്കൗട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഡിസെൻഡിങ് ഇന്ത്യ മുഴുവൻ അറിയിച്ചു. അന്നാണ് അറിയുന്നത് ക്രൈസ്തവരുടെ മോണ്ടി തേഴ്സ്ഡേയും ഗുഡ് ഫ്രൈഡേയും ഗുഡ് സാറ്റർഡേയും പിന്നെ ഈസ്റ്ററും ഒക്കെ ഇത്രയും വലിയ സംഭവമാണെന്ന് ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അല്ലാതെ നമ്മുടെ അങ്ങനെ ഇന്ത്യയിലെ എല്ലാവരും അറിഞ്ഞു. അങ്ങനത്തെ ഉള്ളവരെ പോലും നമ്മൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യരുത്. ഒരാളെ നമുക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ അവരെ ഈ വലിയ PR വർക്ക് നടത്തി അവരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും പോകരുത്. അതൊക്കെ ഈ ചെറിയൊരു ഒരുവനെ വകുപ്പ് പഠിപ്പിക്കരുത് കേട്ടോ. 2 പക്ഷക്കാർ അങ്ങനെ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷവും രക്ഷയുടെ സുവിശേഷവും ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ദൈവപക്ഷത്തിലാണ്, 2 പക്ഷത്തിൻ്റെയും വക്താവല്ല. ആദ്യം ഔദ്യോഗിക പക്ഷത്തോട് എനിക്ക് ഉൽപ്പം എനിക്കിപ്പം ഔദ്യോഗിക പക്ഷത്തിലും ദൈവമല്ല വേണ്ടത്, അവരുടെ പാണ്ഡിത്യമാണ് ജയിക്കേണ്ടത്. അവരാ ജയിക്കേണ്ടത്. ഒരാളെ ജയിക്കുക എന്നുള്ളതല്ലല്ലോ, മരണത്തെ അതിജീവിച്ച് ഈശോയുടെ നമ്മുടെ കൂടെ നമ്മളെ നിർത്തിയാൽ മതി. മരണം കൊണ്ട് തീർന്നു. നമ്മൾ ഏത് പാണ്ഡിത്യം ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ഇപ്പോൾ 2 കൂട്ടരെയും ബലി ഇൻവാലിഡായിട്ടാണ് ഞാൻ കരുതുന്നത്. 2 കൂട്ടരെ ഔദ്യോഗികപക്ഷത്തിൻ്റെ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് വന്നപ്പോഴാണ് ഞാൻ പലപ്പോഴും നിത്യ കുർബാന കിടന്നു തുടങ്ങി. ഇപ്പം യുവാക്കളൊക്കെ ഒത്തിരി അകന്നുപോയി. അവർക്കാർക്ക് ഇതിനകത്ത് താല്പര്യമില്ല. അതാണ്, ഒത്തിരി അകന്നുപോയി. അപ്പോൾ എല്ലാവരെയും നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ ഒരു കാന്തം വച്ച ഇരുമ്പുകളെല്ലാം അടുക്കുന്ന പോലെ ആടുകളുടെ മണമുള്ള ഇടയന്മാരും ആ അനുസരണമുള്ള ആടുകളും അവർക്ക് തോന്നണം ഞങ്ങളുടെ രക്ഷിതാവാണ് എന്ന് തോന്നിയാൽ ആടുകളുടെ ഗുഡ് ഷെപ്പേർഡാണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇടയന്മാർ വളരണം. ആ അരമനകളിൽ നിന്നും ആ ഗോപുരങ്ങളിൽ നിന്നൊക്കെ താഴെ ഇറങ്ങണം. ഇപ്പം തന്നെ ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം ദീപാവലി കഴിയുമ്പോൾ അച്ഛന്മാരൊക്കെ ഇപ്പം ഈ ഞാനൊക്കെ ഈ നോർത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവർ അച്ഛന്മാർ വെച്ചിട്ട് ചിലർ ആ ബലി വസ്ത്രമായിട്ടാണ് നേരെ വരുന്നത്. അവർ ഊരാൻ പോലും സമയമില്ല, ആടുകളുടെ ഇടയിൽ തേടി നടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നൊന്നും കരുതി നമ്മൾ നെകളിക്കേണ്ട. ഇതൊക്കെ ഒന്ന് പോകും. ഈ നമ്മളിങ്ങനെ ആളിൽ നിന്ന് അകന്നു പോയാൽ നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ ആടുകളില്ല, പിന്നെ ഇടയിൽ എന്താ ഒരാട് പോലും നഷ്ടപ്പെടാതെ വീണ്ടും ആടുകളെ നമ്മുടെ ശേഖരത്തിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണ് നമുക്ക് വേണ്ടത്. അനുരഞ്ജനത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ജയിക്കേണ്ട എൻ്റെ ഇത് ജയിക്കണം, ഞാൻ പിടിക്കുന്ന ശരിയെന്ന് ആരാ പറഞ്ഞത്? ദൈവമല്ലേ പറയേണ്ടത്. നിങ്ങൾക്ക് ദൈവം അത് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും. അപ്പോൾ വാലിഡായിട്ടുള്ള ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ ഒന്ന് കോംപ്രമൈസിൻ്റെ സുവിശേഷത്തിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. സ്ഥായിയായിട്ടുള്ള വിട്ടുവീഴ്ചകളല്ല ഞാൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഇതിൽ മൂല്യത്തിലൊന്നും ഒരു വ്യത്യാസവും കൂടാതെ തന്നെ പിന്നെ ആ നമ്മുടെ അനുരഞ്ജനത്തിൻ്റെയും എളിമയുടെയും സഹോദര്യത്തിൻ്റെയും രക്ഷയുടെയും സുവിശേഷത്തിലേക്ക് നമ്മളെ കർത്താവ് നയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും എന്നെ പൗലോസ് ഇതിനു വേണ്ടി പ്രത്യേകം നിങ്ങളുടെ ഫയർ ഞാൻ അനുഭവിച്ച് പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനും ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ സഭയെപ്പറ്റി ചിന്തിക്കാനൊക്കെ നിങ്ങളും ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന് ഗ്ലോബൽ TVയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെയും ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വിശാലമായി, വളരെ വിശദമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ
ഈ സഭാ തർക്കം അല്ലെങ്കിൽ സഭയ്ക്കിടയിലെ സഭയ്ക്കുള്ളിലെ ഈ തർക്കത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുകയും മുന്നോട്ടുള്ള പാതയെക്കുറിച്ച് വളരെ വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്ത സാറിന് പ്രത്യേകം നന്ദി. കുറെ കാലമായി സാറുമായിട്ടൊരു അഭിമുഖം ഗ്ലോബൽ TV ആഗ്രഹിച്ചിരുന്നു, അതിപ്പോൾ സാധിച്ചു. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതിന് ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കാനായിട്ട് നമ്മുടെ പുസ്തക പ്രകാശനം വളരെ സഹകരിച്ചു. ആ പുസ്തക പ്രകാശനത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്നേഹ കൂട്ടായ്മയ്ക്കും പ്രത്യേകിച്ച് ജോസ്ലിറ്റ് സാറിനും ഷാജി സാറിനും എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നമസ്കാരം. താങ്ക് യു.